ന്യൂ ഇയർ ആഘോഷിക്കാൻ ഒരുങ്ങുന്ന കാതൽ ദി കോറിന്റെ ഏറ്റവും പുതിയ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് ജിയോ ബേബി സംവിധാനം ചെയ്ത് മമ്മൂട്ടിയും ജ്യോതികയും പ്രധാന വേഷങ്ങൾ ചെയ്ത കാതൽ ദി കോർ ക്രിസ്മസിന് ഇറങ്ങിയ ചിത്രങ്ങളൊപ്പം തന്നെ തലയെടുപ്പോടെ ന്യൂ ഇയർ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. നവംബർ 23-ന് ഒരു ഹൈപ്പുമില്ലാതെ ഇറങ്ങിയ ചിത്രം ഇപ്പോൾ 50-ാം ദിവസത്തിലേക്കുള്ള ജൈത്രയാത്രയിലാണ്. ചിത്രം ഇപ്പോൾ ട്രിവാൻഡ്രം, എറണാകുളം, തൃശൂർ എന്നിവിടങ്ങളിൽ പ്രദർശനം തുടരുകയാണ്. ഇതൊരു ചരിത്ര നിമിഷമാണ്. കാരണം ഒരു ഓഫ് ബീറ്റ് ചിത്രത്തിനും ഇതുവരെ മലയാളത്തിൽ എന്നല്ല ഒരു ഭാഷയിലും മികച്ചൊരു കളക്ഷനോടുകൂടി തിയേറ്ററുകളിൽ 50 ദിവസം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് വെറും ഒരു ഓഫ് ബീറ്റ് ചിത്രമല്ല. കാരണം ആരും സിനിമയാക്കാൻ ഒന്നും മടിക്കുന്ന അതിശക്തമായ പ്രമേയത്തെയാണ് ഇവിടെ മനോഹരമായ ഒരു സിനിമയാക്കി തിയേറ്ററുകളിലും മറ്റ് ഫിലിം ഫെസ്റ്റിവലുകളിലും അതിഗംഭീരമായി തന്നെ പ്രദർശനം നടത്തിയത്. കാതൽ ദി കോറിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ചിത്രം ഇറങ്ങാൻ കുറച്ച് വൈകിയപ്പോൾ പലതരത്തിലുള്ള കഥകളാണ് സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിക്കാൻ തുടങ്ങിയത്. ചിത്രം തിയേറ്റർ ഉടമകൾക്ക് വേണ്ട എന്നും ആരും ചിത്രം എടുക്കാൻ തയ്യാറാകുന്നില്ല എന്നും OTTക്ക് പോലും ചിത്രം വേണ്ട എന്നൊക്കെയാണ് പ്രചരണം നടന്നത്. പക്ഷേ ഒരു ദിവസം മമ്മൂട്ടി കമ്പനി തന്നെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ചിത്രത്തിന്റെ റിലീസിനെ കുറിച്ചുള്ള ന്യൂസ് പുറത്തുവിടുകയും ചിത്രം നവംബർ 23-ന് തിയേറ്ററുകളിൽ റിലീസ് ആവുകയും ചെയ്തു. പിന്നീട് സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ചരിത്രം തന്നെ. ഇപ്പോൾ ചിത്രം ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം ദ ന്യൂയോർക്ക് ടൈംസ് എന്ന ഇന്റർനാഷണൽ പത്രത്തിൽ ചിത്രത്തെക്കുറിച്ചും ചിത്രത്തിൽ അഭിനയിച്ച മമ്മൂട്ടിയെക്കുറിച്ചും വാനോളം പുകഴ്ത്തുന്ന റിപ്പോർട്ട് വന്നിരുന്നു. നോർത്ത് ഇന്ത്യയിലെ മുതിർന്ന താരമായ ഒരാൾ ചിത്രത്തിൽ ഗേ കഥാപാത്രമായി സ്ക്രീനിലെത്തുകയും ആ കഥാപാത്രത്തെ വളരെ സെൻസിറ്റീവായി തന്നെ അവതരിപ്പിച്ചു എന്നും ലോകമെമ്പാടും അത് ചർച്ച ആവുകയാണ് എന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മമ്മൂട്ടിയെ പോലൊരു നടൻ തന്റെ ഇമേജ് നോക്കാതെ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചതിന് കൊടുക്കണം ഒരു ബിഗ് സല്യൂട്ട്. 2023-ലെ ഏറ്റവും വലിയ വിജയ ചിത്രമായിരിക്കാണ് കാതൽ ദി കോർ. ചിത്രം 50 100 കോടി ക്ലബിലൊന്നും എത്തിയിട്ടില്ല. എങ്കിലും ലോ ബഡ്ജറ്റിൽ ഒരു കൊമേഴ്സ്യൽ എലമെന്റ്സും ഇല്ലാത്ത ഒരു ഓഫ് ബീറ്റ് ചിത്രം 50 ദിവസത്തോളം നല്ല രീതിയിലുള്ള കളക്ഷനോട് കൂടി തന്നെ തിയേറ്ററിൽ നിൽക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം. ഫാൻസുകാർക്ക് പോലും വേണ്ടാത്ത ഒരു പടമായിട്ടാണ് കാതൽ ദി കോർ തിയേറ്ററുകളിൽ വന്നത്. സിനിമാ പ്രേമികൾക്കും മറ്റ് സിനിമാ പ്രവർത്തകർക്കും ചിത്രം ഒരാഴ്ച പോലും തിയേറ്ററുകളിൽ ഓടുമോ എന്നായിരുന്നു സംശയം. പക്ഷേ ആദ്യ ദിവസത്തെ ആദ്യ ഷോയ്ക്ക് ശേഷം മലയാള സിനിമാ ചരിത്രത്തിൽ ഒരു പുതിയ ചരിത്രം എഴുതി ചേർക്കുകയായിരുന്നു കാതൽ ദി കോർ. ചിത്രത്തിന്റെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് 3.5 കോടി രൂപ മാത്രമാണ്. ചിത്രത്തിന്റെ ഇതുവരെയുള്ള ടോട്ടൽ കളക്ഷൻ 18 കോടിക്കടുത്താണ്. ചിത്രത്തിൽ ചർച്ച ചെയ്ത വിഷയത്തെ ചൊല്ലി GCCയിൽ ചിത്രം പ്രദർശനം വിലക്കിയിരുന്നു. GCCയിലെ കളക്ഷൻ ഇല്ലാതെ ഒരു ഓഫ് ബീറ്റ് ചിത്രം ഇത്രയും അധികം കളക്ട് ചെയ്യുന്നത് തന്നെ ചരിത്രമാണ്. ചിത്രത്തിന്റെ കണ്ടന്റ്, ബഡ്ജറ്റ്, ചിത്രം നേടിയ കളക്ഷൻ എല്ലാം വെച്ച് നോക്കുമ്പോൾ കാതൽ ദി കോർ തന്നെയാണ് 2023-ലെ ഏറ്റവും മികച്ച വിജയ ചിത്രം. ചിത്രത്തെ തേടി ധാരാളം അവാർഡുകൾ വരും എന്ന് ഉറപ്പാണ്. ചിലപ്പോൾ മികച്ച നടനും നടിയും വരെ ഈ ചിത്രത്തിൽ നിന്നായാൽ പോലും അതിശയിക്കാനില്ല. വേറെ കളികളൊന്നും നടന്നില്ലെങ്കിൽ അതും നടക്കും. ചിത്രത്തിന്റെ OTT റിലീസിനെ കുറിച്ചുള്ള ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ ഒന്നും വന്നിട്ടില്ല. ചിത്രം OTTയിൽ കൂടെ റിലീസായാൽ ചിത്രത്തെക്കുറിച്ച് ഇതിലും കൂടുതൽ ചർച്ചകൾ നടക്കുമെന്ന് ഉറപ്പാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.